സാധാരണക്കാർക്കും വാങ്ങണം. അപ്പം അതുപോലെ അത് നോക്കിയിട്ട് 10 കുഞ്ഞുങ്ങളാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. സെയിലാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കുന്ന കാര്യം. അത് ഞാനിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. വളർത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൈസ ഒന്നില്ല റെഡി ക്യാഷ് ആയിട്ട് അപ്പം കൊടുക്കും, അല്ലെങ്കിൽ അത് ആ ഒരു ഒന്ന് വിൽക്കാനുള്ള ഒരു സാവകാശത്തിൽ കോഴിമുട്ട വിരിയിക്കുന്നതിന് 6 രൂപ, താറാമുട്ട വിരിയിക്കാനായിട്ട് 10 രൂപ, അതുപോലെ ടർക്കി ഗിനിക്കൊക്കെ 12 രൂപ വരുന്നത്. ഒരു വീട്ടമ്മയ്ക്കുള്ളതല്ല, എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കുള്ള അത്രയും സാലറി എനിക്ക് ഗവൺമെന്റ് ജോലി ചെയ്യുന്നതിനേക്കാളും സാലറി കിട്ടുന്നുണ്ട്. ഒരു 100 കുഞ്ഞും വന്ന് നമുക്ക് എങ്ങനെ പോയാലും ഒരു മാസം 3000 രൂപയോളം പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. റോഡൈലൻഡ് റെഡ് എന്ന് പറയുന്ന കോഴിയ, അതുപോലെ തന്നെ ഇത് ന്യൂ ഹാംപ്ഷയർ, ഇതൊക്കെ ഇതന്നെ വിദേശ കോഴികൾ തന്നെ. ഇവരൊക്കെ സൈസ് വരും നന്നായിട്ട്. ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്ത് ഇതാണ് ആസ്ട്രലോർപ്പിന്റെ കുഞ്ഞ്. നമ്മുടെ നാടൻ കുറുകാലിയെ പോലെ കാലും, പിന്നെ സൈസ് നല്ല സൈസായിട്ട് വരും ചെയ്യും. ഈ കൊത്തുകൂടൽ അങ്ങനെയുള്ള അതൊക്കെ കുറവായിരിക്കും, കാരണം ഇവർക്ക് ഒരുപാട് തൂവലുള്ള കോഴികളായിരിക്കും.